കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ദീപക് മലയമ്മ ചേരുന്നുണ്ട്. കോഴിക്കോട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ളത്. ദീപക്, പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണോ? ആര്യ, ഇപ്പോൾ റെയിൽവേ ട്രാക്കിലുണ്ടായിരുന്ന പ്രവർത്തകരെ പൂർണ്ണമായും RPF-ഉം ഒപ്പം തന്നെ ലോക്കൽ പോലീസിന്റെ ട്രാക്കിൽ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ട്രെയിൻ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുകയും ചെയ്യും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10:45 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ 1ാം ട്രാക്കിലേക്ക് എത്തിയതാണ് മലബാർ എക്സ്പ്രസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പെട്ടെന്നുള്ള പ്രതിഷേധം അത് ഇത്രയേറെ സമയം ട്രെയിനിന്റെ യാത്രയെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. അതേസമയം തന്നെ RPF ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും ചേർന്ന പ്രവർത്തകരെ ഇതിനോടകം തന്നെ ട്രാക്കിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അവിടെ തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്നുള്ള നിലയിൽ തന്നെയാണ് CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രത്യക്ഷ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനം യൂത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സമരം ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിഹാൽ, എന്താ ഇങ്ങനെ ട്രെയിൻ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോയത്? കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ തവണ CAA NRCയുടെ സമരം ആളിക്കത്തിയ സമയത്ത് സുപ്രീം കോടതിയിലടക്കം നിയമപരമായി നേരിട്ടപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം CAA NRCയുമായി ബന്ധപ്പെട്ട് ഒരു നടപടി പോലും നമ്മൾ മുന്നോട്ടെടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇന്നിപ്പോൾ കാണാൻ സാധിച്ചത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും കാർഡിറക്കിക്കൊണ്ട് ജനങ്ങളെ വിഘടിപ്പിച്ച് ഭരണം പിടിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടതന്ത്രമാണ്. അതായത് ഇപ്പൊ നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതന്നെയാണ്. തീർച്ചയായിട്ടും സമരം മുന്നോട്ട് പോകും. റമദാൻ ആണെങ്കിലും ശരി, എന്ത് തന്നെ നിയമപരമായിട്ട് എന്ത് നടപടി ഏറ്റെടുത്താലും ശരി, ഇലക്ഷൻ ആയാലും ശരി, ഒരു പ്രശ്നവുമില്ല. യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത്തരത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അവരുടെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി ഇത്തരം പ്രതിഷേധങ്ങൾ തുടരുമെന്നുള്ള നിലപാട് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ RPF ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും ചേർന്ന് ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്നും താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ ഒരു പ്രദേശത്ത് നിന്ന് വിട്ടുപോകാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം RPF ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് അവർ ഇവിടെ നിന്നും നിലവിൽ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് രാത്രിയിലുടനീളം പ്രതിഷേധം തുടരും. എന്നാൽ ട്രെയിൻ തടയൽ സമരത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു പ്രവർത്തകർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അത്തരത്തിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് ട്രെയിൻ തടയലടക്കമുള്ള സമരമുറകൾ തുടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലുള്ള സമരമാർഗങ്ങൾ യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇത്രയേറെ സമയം ട്രെയിൻ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, RPF ഉദ്യോഗസ്ഥർ നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ നിയമ നടപടികളിലേക്ക് സ്വാഭാവികമായും പോകുമെന്ന കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇത്രയേറെ സമയത്തേക്ക് ഒരു ട്രെയിൻ തടയൽ സമരം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ അർത്ഥത്തിൽ തന്നെ നിയമ നടപടികളുമായി പോകുക എന്നുള്ളതാണ് RPF-ന് മുന്നിലുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേതൃത്വവുമായി സംസാരിക്കുന്നത്. പൂർണ്ണമായും ഇവിടെ നിന്ന് മാറണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രെയിൻ ഇവിടെ നിന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിൽ നിന്നും നിലവിൽ സ്റ്റേഷൻ വിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പ്രവർത്തകരെ ഇപ്പോൾ അന്വയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രെയിൻ തടയൽ സമരത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയിട്ടുണ്ട് പ്രവർത്തകർ. എന്നാൽ സമരമുറകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അറിയിക്കുന്നത്. ദീപക് മലയമ്മയാണ് വിശദാംശം.